വൈഫൈ ഉണ്ടോ? അതാണ് അറിയേണ്ടത്. റൂമില്ലെങ്കിലും കുഴപ്പമില്ല, വൈഫൈ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നാടൻ ഊണായിരുന്നു കേട്ടോ. ഊണ് അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് മോരുകറി. സാധാരണ പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ തിരിച്ച് റൂമിൽ വന്ന് എനിക്ക് പറിക്കാൻ പറ്റുന്ന മൾബറി എല്ലാം കൂടി പറിച്ച് ഞാൻ തിന്ന് മുള തന്നെ വിയർക്കും എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. എന്തിനാണ് ഞാൻ ചമ്മുന്നുണ്ടായിരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു ഇത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പ്. ഈ വെക്കേഷൻ ടൈമിലൊന്നും കുട്ടികളെയും കൊണ്ട് എവിടെയൊന്നും പോയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ബർത്ത്ഡേ വന്നു, അതും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. നമുക്ക് പോണ വഴിക്ക് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ പോയാലോ, വാ. അപ്പോൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഞാൻ കാറിൽ വെക്കുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, അതിലോട്ടൊന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളുടെ ട്രിപ്പ് എങ്ങോട്ടാ പോണേ? നമ്മള് മാമലക്കണ്ടം മരം റിസോർട്ട്. നമ്മൾ നേരെ നേര്യമംഗലം പോകുന്നു. നേര്യമംഗലത്ത് നിന്ന് മാമലക്കണ്ടം ഫോറസ്റ്റ് വഴി നമ്മൾ മൊത്തത്തിൽ ഒരു 2.25 മണിക്കൂറാണ് ഇതില് ലൊക്കേഷൻ മാപ്പിൽ കാണിക്കുന്നത്. നേര്യമംഗലം മുതൽ അങ്ങോട്ട് നിഗൂഢമായ വനമാണെന്നാണ് അവർ പറഞ്ഞത്, മാമലക്കണ്ട ഫോറസ്റ്റ്. അപ്പോൾ അവർ നമ്മളോട് മഴ പെയ്താൽ നമ്മുടെ നേര്യമംഗലത്ത് വെയിറ്റ് ചെയ്യണം. കാര്യം കാടായതുകൊണ്ട് മരം വീണ് കഴിഞ്ഞാൽ അവിടെ ഇത് റേഞ്ചൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴയാണെങ്കിൽ നേര്യമംഗലത്തൊന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം പോകാനായിട്ട്. വൈഫൈ ഉണ്ടോ? അതാണ് അറിയേണ്ടത്. റൂമില്ലെങ്കിലും കുഴപ്പമില്ല, വൈഫൈ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ വെക്കേഷന് പുറത്തൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. അതെ, പറ്റിയില്ല. അപ്പം ഒരു 1 ഡേ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് പിള്ളേരെയും കൊണ്ട് 1 ഡേ ആണോ? ഞാനിവിടെ ഒന്ന് പറഞ്ഞേക്കാം അല്ലേ. പിന്നെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു April 28-ന്. പ്ലാൻ ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു 1 ഡേ ട്രിപ്പിന് പോകാൻ പാകത്തിന് റെഡിയായി. ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അങ്ങനെ 2 ഉദ്ദേശമാണ് ഈ ട്രിപ്പിന്റെ പുറകിലുള്ള ചെയ്തോ വികാരം. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവര് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ആയതാണ്. അങ്ങനെ പയ്യെ നമ്മൾ കയറ്റം കയറാനായിട്ട് തുടങ്ങി കേട്ടോ. ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകാനും എൻ്റെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്നതാണ് ഓരോ യാത്രകളും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടും ഓരോ യാത്രയിലും. പിന്നീട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും പല സമയങ്ങളിലായിട്ടാണെന്നുണ്ടെങ്കിലും ഈ യാത്രകളെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള വിവരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓരോ യാത്രകളും എൻ്റെ ഓർമ്മയിലേക്ക് ഓരോരോ ഏടുകൾ വെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇനി നമ്മൾ ഈ പോകുന്ന മരം റിസോർട്ടിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ആരെങ്കിലും ഇനി അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്പാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഒരു 2012-13 ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഭാഗങ്ങളിലേക്ക് കറണ്ട് കിട്ടിയത്. കറണ്ട് കിട്ടിയിട്ട് അവിടെ ഇപ്പം നല്ല ശക്തമായിട്ടൊരു മഴ പെയ്യുകയോ കാറ്റടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കറണ്ട് പോകും എന്നാണ് നമുക്ക് അവരിതെല്ലാം അവർ പറഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ ജനറേറ്റർ ബാക്കപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കറണ്ട് വരും, നമ്മളത് വിചാരിച്ച് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ വൈഫൈയുടെ കണക്ഷൻസ് ഇവിടെ കിട്ടിയിട്ട് ഒരു 2-3 മാസം ആയതേ ഉള്ളൂ. അതും ജിയോൻ്റെ ഒരു ടവറേ വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ജിയോൻ്റെ കണക്ഷൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി റേഞ്ച് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫോണിനൊക്കെ റേഞ്ച് കിട്ടാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർ നമുക്ക് നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മരം റിസോർട്ടിനെ പറ്റി പിന്നെ പറയാനുള്ളത്, ഇവിടെ അങ്ങനെ അധികം റൂംസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന ഒരു റിസോർട്ടും കൂടിയാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ മഴയും കാറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മരമൊക്കെ വീണ് കിടക്കും. പിന്നെ അതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം എനിക്ക് പേടിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരു 95% അവർ ആന
ആനേനെ കാണാൻ പറ്റുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാത്രിയുള്ള ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ, രാത്രി കാലങ്ങളിൽ പോവുകയാണെങ്കിൽ സമയത്ത് പോകുമ്പോൾ ആനേനെ എന്തായാലും കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിനൊന്നും നമ്മൾ നിന്നില്ലേ. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. നമ്മളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നമ്മളൊരു നാടൻ ഫുഡാണ് അവരോട് റെഡിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആ റിസപ്ഷൻ്റെ താഴോട്ടുള്ള ഒരു ഭാഗത്താണ് നമുക്കവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിന് ചെറിയൊരു പ്ലേ ഏരിയ പോലെയൊക്കെ അവിടെ ഉണ്ട്. ഈ റിസോർട്ടിന് ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊട്ടും പ്രകൃതിനെ ഒട്ടും ഹാം ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കൺസ്ട്രക്ഷൻസ് ആണെങ്കിലും ഒന്നും അങ്ങനെ അധികം നല്ല നോക്കിയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടുന്ന് എന്താണ് പറയുക, താഴോട്ടുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഏരിയകളായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആ സമയത്ത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഇത് പോയ സമയത്ത്. ഇത് ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഒരു 2 വീക്കൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇടാനായിട്ട് പറ്റുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ. കുട്ടികൾക്ക് അവർക്ക് ചെറുതായിട്ട് നേരം പോകാനൊക്കെ പറ്റുന്ന മാതിരിയുള്ളൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്ന ഒരു ഏരിയ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആനകളും ഇവിടെയുള്ള ജീവികളുടെയും എല്ലാം കുറേ ഫോട്ടോസും എല്ലാം അവിടെ അവരോട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മീൻകറി, ഉപ്പുമാങ്ങ, ചമ്മന്തി എന്ന് വേണ്ട ബീഫും ചിക്കനും എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു നാടൻ ഊണായിരുന്നു കേട്ടോ. ഊണ് അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് മോരുകറി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണാം കേട്ടോ. ഇതാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു റൂമിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്തുണ്ട്. റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമായിരുന്നു. ഫ്രിഡ്ജ്, ഇതുപോലെ ടവൽസ്, ചെയേഴ്സ്, അങ്ങനെയുള്ള കോട്ട്, കിങ് സൈസ് കോട്ട്, അതെല്ലാം. പിന്നെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ടായിരുന്നു, ബാത്റൂം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പുറത്തോട്ടുള്ള ഈ ഒരു ബാൽക്കണിയാണ്. അവിടെ നമുക്ക് 2 ചെയറുണ്ട്. പിന്നെ നമുക്കത് അവിടെ ഇരുന്ന് കുറേ നേരം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഏരിയയാണ്. പുറത്തൊക്കെ അത്യാവശ്യം നല്ല കോടയുണ്ട്. ഞങ്ങൾ വരുമ്പോഴേ അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് വണ്ടിയിൽ ഇരുന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേ നമുക്കത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും അവിടെയുള്ള ചെടികളെയോ അല്ലെങ്കിൽ മരങ്ങളെയോ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് അവരിത് പണിത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കോട്ടേജിൻ്റെയും ചുറ്റും നിറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളും അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ മൾബറിയൊക്കെ നമുക്ക് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ പറിച്ചെടുത്ത് തിന്നാൻ പറ്റുന്ന രീതിയിലാണ് അവരത് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ റൂമിൻ്റെ അത്രയും വലിപ്പത്തിനാണ് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ റൂമിനും ഇതുപോലെ ഒരു റൂഫ് ടോപ്പ് ഉണ്ട്. അവിടെ ഇതുപോലെ നമുക്കൊരു ബാത്ത് ടബ് ഉണ്ട്. അവിടെ നമുക്ക് ചെയറും കാര്യങ്ങളെല്ലാം ഇരിക്കാനുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നും നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് പോലെയുണ്ട്. അതായത് ഇങ്ങനെ മുകളിൽ നിന്ന് കണ്ടാലും നമുക്ക് ആ അറ്റത്തുള്ള മലകളും അവിടെ മഞ്ഞിറങ്ങി കിടക്കുന്നതും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല രസമായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയ സമയം അങ്ങനെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരുപാട് തണുപ്പുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ എന്താണ് പറയുക, കോടയുണ്ട് ഒരുപാട്. നമുക്ക് തോന്നും ഇവിടെ മഞ്ഞൊക്കെ വന്ന് ഭയങ്കര തണുപ്പ് തോന്നും എന്നൊക്കെ തോന്നും. ജാക്കറ്റൊന്നും എടുക്കാണ്ട് വന്നല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ അങ്ങനെ ജാക്കറ്റ് ഇടുന്ന മാതിരിയുള്ള തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പല പല റൂമുകളിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ. എല്ലാ വഴികളും ഇതുപോലെ നല്ല ക്രീപ്പേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങി. അതിൻ്റെ സ്നാക്സും ഉണ്ടായിരുന്നു. കോഫിയാണ് കുടിച്ചത്. അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരും അപ്പനും കൂടി സ്വിമ്മിംഗ് പൂളിൽ ചാടി. ഇത് ഇങ്ങനെ നമ്മൾ ടൈലൊന്നും ഇടാത്ത സാധാരണ പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. പക്ഷെ വെള്ളമൊക്കെ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ ഭയങ്കര ഫ്രഷാണ്, ക്ലോറിനൊന്നും ഇടാത്തതാണ്. അതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു അതിനകത്ത് കിടക്കാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരിത് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചുമയായതുകൊണ്ട് ഒരു കുടയും പിടിച്ച് ഞാൻ ഈ വീഡിയോയും എല്ലാം എടുത്ത് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അവർ കുറേ നേരം വെള്ളത്തിലൊക്കെ കിടന്ന്
കളിച്ചിട്ടാണ് അവർ പിന്നെ കയറിപ്പോകുന്നത്. ഞാൻ തിരിച്ച് റൂമിൽ വന്ന് എനിക്ക് പറിക്കാൻ പറ്റുന്ന മൾബറി എല്ലാം കൂടി പറിച്ച് ഞാൻ തിന്ന്. കുറച്ച് എനിക്ക് കയ്യെത്താത്തതൊക്കെ മോൻ പറിച്ച് തന്നു കേട്ടോ. അവനും കൂടി ഞങ്ങളങ്ങനെ അതെല്ലാം പറിച്ച് തിന്നിട്ടാണ് പിന്നെ വൈകുന്നേരം ഇവിടെ കുംഭം കാച്ചിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോകാമെന്നും പറിച്ചിരിക്കുകയായിരുന്നു. താഴെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ടും കൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പുഴയും ഒക്കെയുള്ള ഒരു ഭാഗത്തും കൂടി. അത് ഇവിടെ നിന്ന് തന്നെ അവർ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ മഴ പെയ്ത കാരണം കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കോട ഇറങ്ങി കിടക്കുന്നുണ്ട്. അപ്പം റിസ്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോകാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. ഇവിടുന്ന് രാവിലെയും നമുക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തും പിന്നെ എന്താ ഒരു 1 കിലോമീറ്റർ വാക്കിംഗ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് എത്തേണ്ടത്, ആ സ്ഥലത്തോട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കുംഭം കാച്ചി എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട്. ഇത് ട്രൈബ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ട് ഇവിടെ ചെയ്യുന്നത്. ചിക്കനിലാണ് അവരിത് ചെയ്യുന്നുണ്ടായിരുന്നത്. മുളയ്ക്കകത്ത് ഇട്ടിട്ട് നമ്മളത് തീക്കകത്ത് വേവിച്ച് നമുക്ക് തരുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഇത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ മൊത്തം അവർ മണിച്ചേട്ടൻ്റെ പാട്ടാട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർ അത്. അപ്പോൾ അത് കാരണം കൊണ്ട് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഓളമായിരുന്നു കേട്ടോ. ഈ ചെയ്ത ചേട്ടന് നല്ല രസമായിരുന്നു. പുള്ളിക്കാരനും ഡാൻസും ഒക്കെ കളിച്ച് ഭയങ്കര രസമായിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ പറയാവേ. മുളയ്ക്കകത്ത് നമ്മളിങ്ങനെ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറയും. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മുള തന്നെ വിയർക്കും എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരം അതിനകത്ത് വെക്കുമ്പം തന്നെ അതിങ്ങനെ തിളയ്ക്കുന്ന ശബ്ദമെല്ലാം പുള്ളിക്കാരൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളെ കേൾപ്പിച്ച് തരുന്നുണ്ടായിരുന്നേ. പിന്നെ അതിലിങ്ങനെ ഊറി വന്നിട്ടുണ്ടായിരുന്ന ആ വെള്ളവും കാര്യങ്ങളും എല്ലാം അതെല്ലാം മാറ്റി പിന്നെയും കുറേ നേരം തീക്കകത്തൊക്കെ വെച്ച് കുക്ക് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഇത് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ഈ മസാലക്കൂട്ടുകളെല്ലാം നമ്മുടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മസാലക്കൂട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പക്ഷെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നല്ലതുപോലെ മുമ്പ് നിൽപ്പുണ്ടായിരുന്നു. എനിക്കെന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ശരിക്കും നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇതിനെ കഴിഞ്ഞും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നേ. ഇതുണ്ടല്ലോ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ അവിടെ നിന്നും ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ഷാജണ്ണും പിള്ളേരും കൂടി ഇവരോട് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇത്. ശരിക്കും എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ ആകെ മൊത്തത്തിൽ ചമ്മലായിരുന്നു. എന്തിനാണ് ഞാൻ ചമ്മുന്നുണ്ടായിരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു ഇത്. ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇത് ഷാജണ്ണും പിള്ളേരും കൂടി എന്നോട് പറയാതെ ചെയ്തു വെച്ച പരിപാടിയാണ്. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, ഇത് എത്ര സമയം എടുത്ത് കാണും ഇങ്ങനെ ഇതെല്ലാം എടുത്ത് വെക്കാനും എടുക്കാനും, ഇനി ഇതെല്ലാം എങ്ങനെ മാറ്റും ബെഡിൻ്റെ പുറത്തുനിന്ന് എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഞാനതെല്ലാം നോക്കിയിരുന്ന് അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതെല്ലാം പയ്യെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഷീറ്റയിൽ അഴുക്കാകാതെ ഇങ്ങനെ മാറ്റി വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി വേറെ സ്ഥലങ്ങളിലൊന്നും പോകാനൊന്നും പ്ലാൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് ഡ്രൈവിന് പോകാം, അപ്പോൾ ആനേനെയൊക്കെ കാണാനൊക്കെ പറ്റും. അതിനൊന്നും ഞങ്ങൾ പോകാൻ നിന്നില്ല. കുറച്ച് നേരം ഇരുന്ന് ചീട്ട് കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഡിന്നർ റൂമിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഡിന്നർ എന്താ വേണ്ടതെന്ന് നമ്മൾ പറയുക കേട്ടോ ചെയ്തത്. അപ്പം അതവർ കൊണ്ടുവന്ന് തന്നു. പിന്നെ അതൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഇത് കണ്ടോ ആ സൈഡിൽ കാണാതെ നിങ്ങൾക്ക് ആ പൂവെല്ലാം ഞാൻ നല്ല സമയം എടുത്ത് അതെല്ലാം പയ്യെ ഞാൻ ആ ബെഡ്ഷീറ്റിൽ നിന്ന് അഴുക്കാകാതെ എടുത്ത് ഞാൻ മാറ്റി വെച്ചേ. ഇത് പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇവിടെ എപ്പോഴും ഇങ്ങനെ കോട ഇറങ്ങി നല്ല മഞ്ഞുള്ള പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അധികം തണുപ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ആദ്യം അവിടെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ ഈ 3 ആൾക്കാർ നമ്മുടെ ഫ്രണ്ടേ നടപ്പുണ്ടായിരുന്നു നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരാൻ എന്നുള്ള മാതിരി. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അതുപോലെയൊക്കെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പുട്ട്, പൂരി, മസാല, ചായ, കാപ്പി, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, സീരീസ് ഉണ്ട്, അങ്ങനെ പാല്,
ഹോട്ട് ചോക്ലേറ്റ്, ഹോട്ട് മിൽക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നാടൻ ഫുഡുകളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഷാൻചാനും ഒക്കെ ഹാപ്പി ആട്ടോ. നമുക്ക് അത്യാവശ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായാൽ അന്നത്തെ ഒരു ദിവസം തന്നെ നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അടിപൊളിയായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ അധികം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഒരു സ്ഥലത്തേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടും ഒക്കെ. ഞങ്ങൾ അങ്ങോട്ടും പോയില്ല, കാരണം കുറച്ച് ദൂരം നടക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നെ വരുമ്പോൾ പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പം കുറച്ച് ഒരു ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന പോലത്തെ ചെറിയൊരു സ്ട്രീം പോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നേ. അങ്ങോട്ട് പോയ സമയത്ത് ലേറ്റായ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും നിർത്തി ഇതൊന്നും നോക്കാനോ കാണാനോ ഒന്നും നിന്നില്ല കേട്ടോ. പിന്നെ ആ സമയത്ത് അവിടെ വേറെ ആൾക്കാരും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ഇറങ്ങി, ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ച ടൈമും കൂടിയല്ലേ ആയിരുന്നേ. പക്ഷേ ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു. കുറേ നേരം ആ വെള്ളത്തിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അവിടെ നിന്ന് കുറച്ച് ഉരുണ്ട കല്ലുകളെല്ലാം പറക്കിക്കൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. ചെറിയ ചെറിയ മീനും ഒക്കെ ഉണ്ട്. ഈ പുഴയിൽ കുളിക്കുക, പുഴയിൽ നടക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ഒരുപാട് കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴും എനിക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്കാണ് അത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ പുഴയിൽ നിന്നൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഒക്കെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ വയ്ക്കും. എന്നിട്ട് എൻ്റെ വീട്ടിലുള്ള ചെടികളിലൊക്കെ ഞാൻ ഇട്ട് വയ്ക്കും കേട്ടോ. അങ്ങനത്തെ ഓരോ സ്വഭാവമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ.